ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എഗ് പപ്സ് ആണ്. അത് പേസ്ട്രി ഷീറ്റ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 2 വലിയ സവോള, കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, വളരെ കുറച്ച് ഒരു പകുതിയോളം തക്കാളിയും ആവശ്യമാണ്. പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 6 പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 മുട്ട മതിയാവും. പകുതി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആണ് നമുക്കിത് ആവശ്യമുള്ളത്. പാനിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരല്പം പച്ചമുളകും, എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളകൊക്കെ ചേർക്കാവുന്നതാണ്. അവയെല്ലാം കൂടി ആഡ് ചെയ്ത് ചേർക്കുക. ഇത് നന്നായിട്ട് വഴന്നു വരണം. അതുവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഒരൽപ്പം ഇപ്പം സവോളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. തക്കാളി അല്പം മതിയാവും. ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് വഴന്നു വരാനായിട്ട് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്ട്രി ഷീറ്റുകളെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാം തക്കാളിയെല്ലാം ഇട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ മസാല ചേർക്കാവുന്നതാണ്. അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഞാൻ എരിവ് വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, കുറച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം. മല്ലിപ്പൊടി കുറച്ച് അല്പം അധികമായിട്ട് ചേർക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. തീ കുറച്ച് വയ്ക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം നമ്മൾ. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ
കൂട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ എഗ് പപ്സിനുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പേസ്ട്രി ഷീറ്റാണിത്. ഇത് നമുക്ക് നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാവുന്നതാണ്. ഞാനത് കട്ട് ചെയ്ത് 6 ഭാഗങ്ങളായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് മസാലക്കൂട്ട് നിറച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ആദ്യം മസാല ഏകദേശം നടുവിലായിട്ട് വെച്ചിട്ട് ഒരു മുട്ടയുടെ പകുതിയും അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒരു മുട്ട നമ്മളിങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്, അത് സൈഡിലായിട്ട് തേച്ച് കൊടുക്കണം. അങ്ങനെയെല്ലാം ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിത് അവനിൽ വെക്കാനായിട്ട് അവൻ ട്രേയിലേക്ക് ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പരത്തി ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആയി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനും നല്ല കളർ കിട്ടാനും ഇത് അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനിയൊരു അവനിലൊരു 20 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയാവും. ഇനി നമുക്കിത് അവനിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞു. ഇതെല്ലാം കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.